വണ്ടി നിർത്ത്. നീ ഒന്ന് ഇറങ്ങി നോക്കിയേ. ഈ മലരനെ ഇവിടെ കാണാനില്ലല്ലോടാ. വണ്ടി ഇറങ്ങാം, നമുക്ക് നേരെ പോയി നോക്കാം. അടാ പറയടാ സെബാനെ, നീ പറ. എന്തൊക്കെയോ പണികൾ പുറകെ ഉണ്ടെണ്ണ. മുഴുവൻ സ്കെച്ചാ. എങ്ങോട്ടും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അണ്ണ സേഫാണോ? പോലീസ് ഒരു വശത്ത് പലതും നമ്മളെ തിരിഞ്ഞു കൊത്തുന്നുണ്ടെണ്ണ. നമ്മളെ തീർക്കാൻ പ്ലാൻ എന്നൊക്കെ കേൾക്കുന്നു. വേണ്ടായിരുന്നണ്ണ, ഒന്നും വേണ്ടായിരുന്നു. എടുത്തിയാടി ഒന്നിനും പുറപ്പെട്ടുണ്ടായിരുന്നു. അണ്ണൻ ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ നോക്ക്. ഞാനും സാറേ പറഞ്ഞോ. ആണോ? അവൻ്റെ ഫോട്ടോയും പിന്നെ എൻ്റെ പേയ്മെൻറ്റും ഇങ്ങിട്ടേക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. പണി കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിക്കാം. സെബാനെ, ഒരു വർക്ക് വന്നിട്ടുണ്ട്. നീ വീട്ടിലേക്ക് പോരെ. ഓക്കേടാ, അധികം ലേറ്റ് ആകണ്ട. സെബാനെ, എടാ എന്നാ പറ്റിയേ? എടാ നിനക്ക് എന്നാ പറ്റിയേ? ഒന്നും വേണ്ടായിരുന്നു. അണ്ണൻ ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ ഞാൻ നാളെ നമ്മളെ ചതിച്ചാണ്. പോലീസിന് അണ്ണനാണ് എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടാതിരിക്കാൻ അണ്ണനെ രാത്രിക്ക് രാത്രി തന്നെ തീർക്കാനാണ് പ്ലാൻ എന്നാണ് നമ്മുടെ പിള്ളേർ പറയുന്നത്. അതിന് ആരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് അണ്ണനെ തീർക്കാനാണ് പ്ലാൻ. എങ്ങോട്ടേലും രക്ഷപ്പെടണ അണ്ണാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന്. ഈ മെഴുകുതിരി കത്തികളെ കൊന്ന പാപം തിന്ന തീരുന്ന അങ്ങനെ കുറേ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്തോ എവിടെയോ പണി പാടിയ പോലൊരു തോന്നൽ. കൊടുത്തതല്ല തിരിച്ചു കുത്തുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ജീവിതത്തിൽ ഞാനായിട്ട് കുറേ പേരുടെ വെളിച്ചം കെടുത്തിയിട്ടുണ്ട്. നിനക്കേലും ഇരിക്കട്ടെ കുറച്ച് വെളിച്ചം.
നിന്റെ വെട്ടം തെളിഞ്ഞപ്പോ നീ എന്റെ വെട്ടം കളഞ്ഞല്ല. സമാധാനായല്ല. ഹലോ ഹലോ, ഇറ്റ്സ് മീ. ഓ കോൺട്രാക്ടർ സാറായിരുന്നോ? പണി കിട്ടുമെന്ന് പേടിയാണോ സാറേ? ഈ ഫോൺ നമ്പറിലൊക്കെ ഒരു മാറ്റം, അതോ ഞങ്ങളെ തട്ടാൻ വല്ല പ്ലാനും ഉണ്ടോ? ആ ഫോണിങ് താടാ. കിട്ടേണ്ടത് കിട്ടി ബോധിച്ചു. എന്നാലും സാറേ ഒരു സംശയം, അവനെന്തിനാ തട്ടാൻ പറഞ്ഞേ? കേസിൽ പെടുമെന്ന് പേടിയൊന്നും അല്ലല്ലോ. സാറിനെ പോലുള്ളവർക്കൊക്കെ ഈ കേസിൽ നിന്ന് ഊരിപ്പോരലൊക്കെ നിസ്സാര കാര്യമല്ലേ? നിങ്ങൾ വേട്ടപ്പട്ടിയെ പറ്റി കേട്ടിട്ടില്ലേ? യജമാനന്റെ കയ്യിലെ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി ചൊൽപ്പടിക്ക് നിൽക്കുന്നവ. ആ സമയം യജമാനൻ ആരെ ചൂണ്ടിക്കാണിച്ചാൽ അവന്റെ രക്തം കണ്ടേ വേണം. എന്നാൽ ഇതേ നായ്ക്ക് പേ പിടിച്ചാലോ മുന്നിൽ നിൽക്കുന്ന യജമാനെ തന്നെ ആദ്യം കടിക്കുക. പേ പിടിച്ച നായ തുടലിടാൻ പറ്റില്ല. അതിൻ്റെ വിധി ചാവാം. പിന്നെ കുഴിച്ചിടുന്നതിന് മുമ്പ് വിശ്വസ്തരുടെ അടയാളമേ ഒരു പല്ലരുമാൻ സൂക്ഷിക്കാറുണ്ട്. ഇവിടെ എനിക്ക് അവൻ്റെ ഫോൺ വേണം. അവൻ്റെ പേര് മറക്കണ്ട. ഡേവിഡ്. ഇരുട്ട് പതുങ്ങിയെത്തി, വാളിൽ ചോര തുപ്പി, ഇളം വലം നോക്കി, വാളുറഞ്ഞു വീശി, വരിക വരിക വെച്ച കണക്കിന് തീർക്കുവാൻ പതുങ്ങിയ താരെ നേർക്ക് നിന്ന് പൊരുതരട ചത്തു വീണാലും തന്ത്രേടമായി ചാവട് കൊല വിളിച്ചു നടന്നൊരു കാലം, താൻ ദൈവമായി കണ്ടൊരു കാലം. കാലത്തിരിയൊരു തിരിഞ്ഞു മറിഞ്ഞു വരവേ അതിൽ എരിഞ്ഞമർന്നു